മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും നടത്തിയ ഗവർണർക്കെതിരെ അസാധാരണ നീക്കവുമായി മുഖ്യമന്ത്രി. ഗവർണർ ഒഴിവാക്കിയ 3 ഖണ്ഡിക മുഖ്യമന്ത്രി നിയമസഭയിൽ വായിച്ചു. ഗവർണർ കൂട്ടിച്ചേർത്തത് നയപ്രഖ്യാപനത്തിന്റെ ഭാഗമല്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സർക്കാർ നടപടികൾക്ക് പ്രതിപക്ഷവും പിന്തുണ നൽകി. 1 മണിക്കൂർ 51 മിനിറ്റ് നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ഗവർണറെ യാത്രയയച്ച് തിരിച്ചെത്തിയ ശേഷമാണ് അസാധാരണ നീക്കം മുഖ്യമന്ത്രി നടത്തിയത്. സീറ്റിലെത്തിയ മുഖ്യമന്ത്രി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് വായിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 പ്രസംഗത്തിൽ നിന്ന് ഗവർണർ ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രി. ചിലത് കൂട്ടിച്ചേർത്തുവെന്നും വ്യക്തമാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കിയ സാമ്പത്തിക ഞെരുക്കത്തെക്കുറിച്ചും അതുമൂലം കേരളം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുമാണ് ഖണ്ഡിക 12 പറഞ്ഞിരുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാത്തതും അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയതുമായിരുന്നു ഖണ്ഡിക 15 പറഞ്ഞിരുന്നത്. കേരളത്തിലുള്ള നികുതി വിഹിതം കുറച്ചതും ഇതുമൂലം സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയും കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവുമെല്ലാം വ്യക്തമാക്കുന്നതായിരുന്നു ഖണ്ഡിക 16. ഇത് 3 ഗവർണർ വായിച്ചില്ല. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ് നിയമസഭ അംഗീകരിക്കുന്നതെന്ന് സ്പീക്കർ. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. സർക്കാർ നടപടിക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകി. ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. താൻ വായിക്കാത്ത ഭാഗങ്ങൾ കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിലാക്കിയ സർക്കാർ നടപടിയോട് ഗവർണർ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണണം. സേഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.